എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പ്രഥമൻ കുടിച്ചത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ പപ്പിയച്ചിയുടെ കല്യാണത്തിനാണ്. അപ്പോൾ അന്ന് കല്യാണമാണോ എന്താണോ അവിടെ നടക്കുന്നതെന്നൊന്നും അറിയില്ല, അത്രയും ചെറുപ്പത്തിലാണ്. പക്ഷെ അന്ന് കുടിച്ച പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇപ്പോഴും വായിൽ തന്നെയുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ണൂരിലെ പ്രശസ്തമായ പ്രഥമൻ തയ്യാറാക്കലാണ്. കണ്ണൂരിലുള്ള എല്ലാ കല്യാണത്തിനും സദ്യ ഉണ്ടെങ്കിൽ പ്രഥമൻ നിർബന്ധമാണ്. അത് പരിപ്പ് പ്രഥമൻ, ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. ശരിക്കും പണ്ട് എല്ലാവരും ഈ കല്യാണത്തിന് പോകുന്നത് തന്നെ ഈ പ്രഥമൻ കുടിച്ച് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ അടിപൊളി പ്രഥമനായിരിക്കും. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ഇത്രയും നല്ല ടേസ്റ്റുള്ള പ്രഥമൻ ഉണ്ടാവുക. കാരണം അതിൽ നല്ല പരിപ്പുണ്ടാവും, അതുപോലെ തന്നെ ഒത്തിരി ശർക്കര. നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ബെല്ലം എന്ന് പറയും. ബെല്ലം നല്ല മധുരത്തിൽ ബെല്ലം ആക്കി, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ. ഇതിന് ഏറ്റവും മെയിൻ ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലും നല്ലോണം ചേരും. അങ്ങനെ കണ്ണൂരിൻ്റെ പ്രഥമൻ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങളാരും കാണുന്നില്ല, നിങ്ങൾക്കാർക്കും താല്പര്യമില്ല എന്ന് തോന്നുന്നു. ഒരു കമൻറ്റ് പോലും ഇടാറില്ല. കമൻറ്റൊക്കെ ഇട്ടാലേ നമുക്ക് നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ വലിയ വിഷമമുണ്ട് കമൻറ്റൊന്നും കാണാത്തതിൽ. എന്തായാലും കമൻറ്റ് ഇടണം. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒന്നും ആവാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, പക്ഷേ എന്തായാലും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം, എങ്കിലേ വീഡിയോ ഇടാൻ പറ്റും. ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യലൊന്ന് നിർത്തിയാലോ എന്ന് പോലും തോന്നിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇനിയിപ്പം ഞാൻ കടന്നു പോകുന്നത്. ആരുടെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ തനിച്ചൊക്കെയാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഈ വീഡിയോ തന്നെ ഞാനൊരു മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചില വീഡിയോ ചെയ്യാൻ എൻ്റെ നല്ല ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കും അവർക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? പ്രഥമൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം അല്ലേ? പ്രഥമന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ചെറുപയർ പരിപ്പ് 3 കിലോ എടുത്തിരിക്കുന്നത്. അതിന് കണക്കായിട്ട് 4.5 കിലോ വെല്ലം എന്ന് പറയുമ്പോൾ ശർക്കര, നമ്മുടെ കണ്ണൂർ വെല്ലം എന്ന് പറയും. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഉണക്കമുന്തിരി, ഏലക്കായ്, പിന്നെ കുറച്ച് നെയ്യ്, അതുപോലെ ചുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ടും വേണ്ടുന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലും ഗ്രാമ്പു ആണ് ഈ പ്രഥമന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ചിലയിടങ്ങളിൽ ചുക്ക് ടേസ്റ്റ് കൊടുക്കും. ഇതുപോലെ 3 കിലോ ചെറുപയർ പരിപ്പ് എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്തിട്ട് ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു റെഡിഷ് അടിക്കുന്നുണ്ടല്ലോ. റെഡിഷ് അടിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാകമുണ്ട്, ഒരു മൂപ്പ്. ഇതുമാതിരി വറുത്തെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റോടു കൂടി പ്രഥമൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ റെഡിഷ് അടിക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചൂട് അധികം വേണ്ട. കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു റെഡ് അടിക്കും. അതുപോലെ നല്ല മണവും വരും. ഈ ചെറുപയർ പരിപ്പിൻ്റെ വറുക്കുന്നതാണല്ലോ, അപ്പോൾ നല്ല മണവും വരും. അങ്ങനെ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റണം. ഒരു കുക്കറിൽ മാറ്റി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ കുക്കറിൽ വെച്ചിട്ട് 1-2 വിസിൽ അടിക്കുക. അപ്പോഴേക്കും തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ പാലൊക്കെ എടുത്ത് റെഡിയാക്കാം. ഇത് വേവുമ്പോഴേക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ 19 തേങ്ങയാണ്. ഈ 3 കിലോ പരിപ്പിന് വേണ്ടുന്നത് നല്ല 19 തേങ്ങ. അതിൻ്റെ പാലാണ് ഇതിന് വേണ്ടുന്നത്. തേങ്ങാപ്പാലാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലൊന്നും ഇടാണ്ട് നമ്മളിത് ഇതേമാതിരി കയ്യിൽ പിഴിഞ്ഞെടുക്കണം. ഇതെങ്ങനെ പിഴിയുന്നതെന്ന് പറഞ്ഞാൽ പുതിയ തോർത്തിൽ കെട്ടിയിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. ഈ കാണുന്നില്ലേ, ഇതേപോലെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ പാല് മുഴുവനും ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ
ഈ ഒന്നാം പാല് വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം. ഒന്നാം പാല് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ പരിപ്പ് വേവാനുള്ള ഈ ഒരു പാത്രമാണ് 3 കിലോ പരിപ്പ് വേവാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ഇതിൽ രണ്ടാം പാല് കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ, രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. രണ്ടാം പാല് 19 തേങ്ങേൻ്റെ പാൽ എന്തായാലും കുറച്ച് കൂടുതലുണ്ടാവും, ഈ കാണുന്നത്രയും ഉണ്ടാവും. രണ്ടാം പാൽ എടുക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് തേങ്ങയിൽ ചൂടുവെള്ളം ഒഴിച്ച് അത് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാൽ. അപ്പോൾ ഇത്രയും രണ്ടാം പാൽ ഈ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പരിപ്പുണ്ടല്ലോ, കുക്കറിൽ 2 വിസിലടിച്ച പരിപ്പ് നമ്മുടെ ഈ രണ്ടാം പാലിലേക്ക് എടുത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഇത് നന്നായിട്ട് ഒന്ന് തിളക്കണം. ആവശ്യത്തിന് കത്തിച്ചാൽ മതി, പക്ഷേ നമ്മളിത് സ്പൂണോ കയ്യിലോ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്യാവശ്യം ഇളക്കണം. നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി അതിലെടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, ഈ വെല്ലത്തിൻ്റെ പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ശർക്കരപ്പാനിയാണ് അടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ശർക്കരപ്പാനി റെഡിയാണ്. ഈ കാണുന്നത് പോലെ ശർക്കരപ്പാനി ഒരു തിളപ്പിച്ച് എന്തായാലും കച്ചറയിലും ഉണ്ടാവും, മിക്കവാറും ഈ ശർക്കരയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കച്ചറ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ ഇതിന് വേണം. അപ്പോൾ അരിപ്പയിലൂടെ അരിച്ചാൽ ആ കച്ചറ മൊത്തം കളയാം. ഇല്ല എങ്കിൽ നമ്മൾ ഈ പ്രഥമൻ കുടിക്കുമ്പോൾ ഇങ്ങനെ പൂഴിയും മണ്ണും ഒക്കെ കടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അരിപ്പയിൽ വെച്ചിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ കാണാൻ ശരിക്കും പ്രഥമനായിട്ടുണ്ട്. പ്രഥമൻ തന്നെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇപ്പോൾ കോരി കുടിക്കാൻ തോന്നിപ്പോൾ അത്രയും ഇതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിപ്പം ഒന്നാം പാലാണ് ഒഴിക്കുന്നത്, കാരണം പ്രഥമൻ റെഡിയായി. അപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഈ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതേമാതിരി ഇളക്കിയിട്ട് അവിടെ ഇപ്പം നമ്മൾ തീയടുപ്പാണ് വെച്ചിരിക്കുന്നത്, ഗ്യാസിലല്ല. അപ്പോൾ തീ ഏകദേശം നമുക്ക് കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. ഇങ്ങനെയുള്ള അടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിരിക്കുന്നു. ഇത് റെഡിയായതിന് ശേഷമാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ അപ്പോഴേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടാവും. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയിട്ട് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പായസം ആയതിന് ശേഷം ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ പായസത്തിൻ്റെ മുകളിൽ നല്ല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കടിക്കുമ്പോൾ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും പായസം റെഡി ആയിട്ടുണ്ട്, അടിപൊളി, നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്തായാലും 3 ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. 3 ഗ്ലാസ്സിൽ മാറ്റിയിട്ടുണ്ട്, അടിപൊളിയായി. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഈ 3 ഗ്ലാസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഗ്ലാസ് നമ്മുടെ ഫ്രണ്ടിനോട് കുടിച്ച് നോക്കാൻ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്ന് പറയട്ടെ. അടിപൊളി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കക്ഷി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെയാണ്, തണുപ്പിന് നല്ല മധുരമൊക്കെ കഴിക്കാം. ചൂടാണെങ്കിൽ മധുരം കഴിച്ചാൽ എപ്പോഴും ദാഹം ഉണ്ടാവും. അതുകൊണ്ട് തണുത്ത സമയത്ത് നല്ല പ്രഥമനും അതുപോലെ മധുരമുള്ള സാധനമൊക്കെ ആക്കിയിട്ട് കഴിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.